കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തന്റെ കോളെടുക്കാതിരുന്ന ഹരീഷിനെ നീതു മെക്കാനിക്കൽ ഷോപ്പിലെത്തി ചോദ്യം ചെയ്യുക. അത് സഹിക്കാനാവാതെ ഹരീഷും അവളെ ദേഷ്യത്തോടെ വഴക്ക് പറയുന്നുണ്ട്. അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, പോയി കിടന്നുറങ്ങാൻ പറഞ്ഞ അവൾക്ക് രാത്രി മൊത്തം കുത്തിക്കൊണ്ടിരിക്കണം. നിനക്ക് പ്രാന്താ, ഫോൺ പ്രാന്തി. രാത്രി 2 മണിയായാലും 3 മണിയായാലും മനുഷ്യരെ ഒന്നും ഉറങ്ങാൻ വിടാത്ത നിനക്ക് മുഴുവട്ട. ഇതാണ് ഏർപ്പാടെങ്കിൽ ഇപ്പൊ പൊക്കണം. ഇതൊന്നും എനിക്ക് പറ്റണ ഏർപ്പാടല്ല. ഒരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ അതാദ്യം മനസ്സിലാക്കാൻ പറ്റണം. അല്ലാതെ വീണ്ടും ഫോണിൽ ചുരണ്ടാൻ നിൽക്കരുത്. അവളുടെ 112 മെസ്സേജും 52 വോയിസ് നോട്ട്സും മതി, പോവാൻ നോക്ക്. ഇനി എന്നെ കാണാൻ നീ വരരുത് എന്നവൻ ദേഷ്യത്തോടെ പറയേ. ശരിക്കും എന്ന് സങ്കടത്തോടെ നീതു ചോദിക്കുന്നുണ്ട്. അതെ ശരിക്കും, പോവാൻ നോക്കടി എന്നവൻ ഉറപ്പിച്ചു പറയേ. പോയ ഞാൻ ഇനി വരികയില്ലെന്ന് നീതുവും. നന്നായി, അത്രയും സമാധാനം എന്ന് ഹരീഷും. അപ്പൊ എന്നെ വേണ്ടാന്ന് തീരുമാനിച്ചൂല്ലേ എന്ന് നീതു ചോദിക്കേ. അതെ, എപ്പോഴും ഇങ്ങനെ ചെവിട്ടിലെ കിരികിരി ഉണ്ടാക്കുന്ന രൂപത്തെ എനിക്ക് വേണ്ട, ഇറങ്ങി പോവാൻ നോക്കടി, അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞ് അവനൊരു സ്പാനർ എടുക്കുമ്പോഴേക്കും ഹരീഷ് ഏട്ടാന്ന് വിളിച്ച് തീറ്റോ തടയുന്നുണ്ട്. നീതുവും കരച്ചിലോടെയും സങ്കടത്തോടെയും എനിക്കിത് വേണം, എന്റെ അച്ഛൻ അന്നേ പറഞ്ഞതാ ആ വർക്ക്ഷോപ്പുകാരനെ വിശ്വസിക്കരുതെന്ന്, എന്നിട്ട് ഞാൻ കേട്ടില്ല. പട്ടി പിന്നാലെ വരും പോലെ ഞാൻ വന്നു, എന്നിട്ടിപ്പോ സ്പാനർ എടുത്തോണ്ട് വന്നേക്കുന്നു. ഇനി ഞാൻ വരില്ല, ഉറപ്പായും വരികയില്ല എന്ന് പറഞ്ഞവൾ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. വിഷവും സങ്കടവും സഹിക്കാനാവാതെ പണിയെടുക്കണമെന്ന് ടിറ്റോയോടും ചന്തുവിനോടും അലറുന്നുണ്ട് ഹരീഷ്. അവിടെ പണി സൈറ്റിൽ സുഭാഷും കൂട്ടരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും പയ്യയ്ക്ക് ഫുഡുമായി ചാന്ദിനി എത്തുന്നുണ്ട്. അത് കാണുന്ന സുഭാഷും, അല്ല ഇതിപ്പോ ഡെയിലി ഭക്ഷണവുമായി ആള് വരാൻ തുടങ്ങിയല്ലോ അവിനാശേ എന്ന് ചോദിക്കേ. പറഞ്ഞോ കേക്കണ്ടേ ഭയ്യ, വീട്ടില് വെറുതെ ഇരിക്കില്ലേ, അവള് വന്നോളെന്ന് പറഞ്ഞു എന്ന് അവിനാശും. മുझे गाना बनाकर लाना बहुत पसंद है എന്ന് പറഞ്ഞുകൊണ്ട് ചാന്ദിനിയും അങ്ങോട്ടിരിക്കുക. അവൾ ഫുഡ് എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ ചോറിന് ചാവൽ എന്നല്ലേ എന്ന് സുഭാഷ് അവിനാശിനോടായി ചോദിക്കുന്നുണ്ട്. ചാവൽ എന്ന് അവിനാശ് പറയേ. അല്ല ഈ കറി സബ്ജി എന്ന് സുഭാഷ് ചോദിക്കേ. അതെ എന്ന് അവിനാശും. നിങ്ങൾക്ക് ചിരിയോടെ ചാന്ദിനിയും ജി ഇന്ന് ചോറും കറിയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മലയാളവും പഠിക്കാൻ തുടങ്ങിയോ എന്ന് സുഭാഷ് ചോദിക്കേ. ആ കുറച്ച് എന്നവൾ പറയേ. അതെ കുറയ്ക്കണ്ട, കുറച്ചാ മതി എന്ന് സുഭാഷും. എന്നവൾ ചോദിക്കേ. സുഭാഷ് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അറിയാതെ ഇരിക്കെ അവിനാശും പറയുന്നുണ്ട്. കുറയ്ക്കുക മത്ലബ് ബൗ കുത്താ ബൗ രഹാ ഹൈ സംജേ, മത്ലബ് കുറച്ച് എന്ന് അവിനാശ് പറഞ്ഞു കൊടുക്കേ. കുറച്ച് എന്നവളും പറയുകയാ. കുറച്ച് റാ എന്ന് അവിനാശ് പറഞ്ഞു കൊടുക്കേ. കുറച്ച് റാ എന്ന് അവളും പറയുകയാ. അങ്ങനെ അവൾ ഫുഡെല്ലാം എടുത്തു വെച്ച് അവിനാശിന് പ്ലേറ്റിൽ ചോറ് വിളമ്പുമ്പോഴേക്കും സുഭാഷും കൂട്ടരും തങ്ങളുടെ പൊതിച്ചോറഴിച്ച് കഴിക്കാനായി തുടങ്ങുകയാണ്. ഒരു പ്ലേറ്റിൽ ചോറ് വിളമ്പി അവൾ അവിനാശിന് കൊടുത്തുകൊണ്ട് വേറൊരു പ്ലേറ്റിൽ ചോറ് വിളമ്പി ആപ്കെ ലിയെ എന്ന് പറഞ്ഞ് സുഭാഷിന് നേരെ നീട്ടുകയാണ്. ഇന്നും എനിക്ക് കൊണ്ടുവന്നോ എന്ന് സുഭാഷ് ചോദിക്കെ. രണ്ടാൾക്കും എന്നവളും. അത് കേൾക്കെ അവനും തന്റെ പൊതിച്ചോറ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട്, എന്നാ ഇത് ചാന്ദിനി കഴിച്ചോ, ബിരിയാണിയാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ബിരിയാണി എനിക്ക് ഇഷ്ടം എന്നവളും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവനും അവളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് അതെ മേനെ ബനായ എന്നവൻ പറയേ. അരിയും എന്നവളും. എന്ന് സുഭാഷ് ഓർമ്മിപ്പിക്കെ. അറിയും സമജ് ഗയി എന്ന് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളും ബിരിയാണി കഴിക്കാൻ തുടങ്ങുകയാ. സുഭാഷും ഫുഡ് കഴിച്ചുകൊണ്ട് അരിയും എന്ന് വെച്ചാ കട്ട് എന്ന് പറയേ. കാട്ട്ന എന്നവൾ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മലയാളം ടഫ് ലേക്കിൻ മേ പഠിക്കും എന്നവൾ ചിരിയോടെ പറയേ. ഈ കണക്കിന് ഞാൻ ഹിന്ദിയും പഠിക്കും എന്ന് സുഭാഷും. അവിനാശും പറയുന്നുണ്ട്. ഇവള് പെട്ടെന്ന് ഭാഷ പഠിക്കും ഭയ്യ, 1 മാസം കൊണ്ട് ഇവൾ ഹിന്ദി പഠിച്ചത്. ഇപ്പൊ ബംഗാളി പറയില്ല, ഹിന്ദിയെ പറയൂ എന്ന് പറയേ. ഓ ക്യാ ഗാന ബനാ രഹാ ഹൈ, ഇൻകെ ഘർ മേ ലേഡീസ് നഹി ഹേ എന്ന് ചാന്ദിനി അവിനാശിനോടായി ചോദിക്കുക. സുഭാഷ് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഭയ്യ ഹിന്ദിയിൽ പറയേ. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് കുക്കിംഗ് ഒക്കെ വലിയ ഇഷ്ടം. ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഞാനേ കുക്ക് ചെയ്യൂ. അതിഹേ ഷാദിക്കെ ബാത് മേ കുക്ക് എന്നവൻ പറയേ. കരൂങ്ക എന്നവളും ചോദിക്കുന്നുണ്ട്. ആ അത് തന്നെ കരൂങ്ക എന്ന് ചിരിയോടെ സുഭാഷും പറയുകയാണ്. അവളും ബിരിയാണി കഴിച്ചുകൊണ്ട് ബിരിയാണി സൂപ്പർ എന്ന് പറയേ. അവളുടെ ഫുഡ് കഴിച്ച് ഇതും ബഹുത് അച്ചാ ഹേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ധന്യവാദ് എന്നവളും ചിരിയോടെ പറയേ. ധന്യവാദോ എന്ന് വെച്ചാൽ താങ്ക്സ് അല്ലേ അവിനാശേ എന്ന് സുഭാഷ് ചോദിക്കുക. അതെ എന്നവൻ പറയേ. അല്ല ചാന്ദിനിക്ക് നാടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നവൻ ചോദിക്കുന്നത് കേൾക്കേ ചാന്ദിനി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ബിൽഡിംഗ് എന്ന് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ബിൽഡിംഗ് നഹി ഹേ, ഈ നാട് കേരളം എന്ന് സുഭാഷ് ചോദിക്കേ. ബഹുത് അച്ചാ ഹേ, മലയാളികളും അച്ചാ ഹേ എന്നവൾ പറയുന്നത് കേൾക്കെ സുഭാഷിനും സന്തോഷമാവുക. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ വീട്ടിൽ നികേഷ് കിടക്കുന്ന റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴേക്കും അവനവിടെ കട്ടിലിൽ പനിച്ചു വിറച്ച് കിടപ്പാ. അവൾ അവന്റെ നെറ്റിയിൽ കൈവച്ച് നോക്കിക്കൊണ്ട് ഓ പൊള്ളുന്ന ചൂടാണല്ലോ. നികേഷേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ തളർന്നു കിടപ്പായിരുന്നു. അവൾ ചെന്ന് ടാബ്ലറ്റ് ബോക്സ് തുറന്നു നോക്കുന്നുണ്ടെങ്കിലും അതിൽ പനിയുടെ ടാബ്ലറ്റ്സ് ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഉമ്മറത്തിരുന്നോ പത്രം വായിക്കായിരുന്ന അച്ഛന്റെ അരികിലേക്ക് ചെന്ന് അച്ഛ എന്ന് വിളിക്കേ. നമ്മുടെ ചെക്കൻ കസറുന്നുണ്ട്, ദേ കണ്ടില്ലേ സഞ്ജു മോനെ, കേരളത്തിന്റെ പേര് ലോകം മുഴുവൻ അറിയിക്കും. എന്താ ഒരു കളി, 6 എന്നൊക്കെ അച്ഛൻ പറയേ. എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്.
എന്താ വേണ്ടെന്ന് അച്ഛൻ ചോദിക്കേ. ഒരു ഗുളിക വേണമെന്ന് അവൾ പറയേ. എന്ത് ഗുളിക എന്ന് അച്ഛനും. പനിക്കുള്ളതെന്ന് അവൾ പറയേ. അതിനാർക്കാ പനി എന്ന് അച്ഛനും. നികേഷിന് എന്നവൾ പറയേ. അച്ഛനും പേപ്പർ താഴെ വെച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുകയാ. ഗുളികയുടെ പേരെഴുതി തരണോ എന്ന് നിധി ചോദിക്കേ. എത്ര എണ്ണം വേണം എന്നച്ഛൻ ചോദിക്കുന്നുണ്ട്. ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചോളൂ എന്ന് നിധി പറയേ. ഓക്കെ, പക്ഷെ കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്, ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിക്കണം. കാലത്തെ പനി വിശ്വസിച്ചൂടാ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങാൻ തുടങ്ങുന്നേരം ചായപ്പൊടി കഴിഞ്ഞു, അതും കൂടി വേണമെന്ന് നിധി പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് അച്ഛൻ ഇറങ്ങാൻ തുടങ്ങുന്നേരം കാശ് വേണ്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്. മോളെ, നിന്റെ കാശുണ്ടെങ്കിൽ ബാങ്കിൽ പോയി നിന്റെ അക്കൗണ്ടിലിട്, ഇതിനുള്ള കാശ് എന്റെ ഉണ്ട്, മനസ്സിലായോ എന്ന് പറഞ്ഞ അച്ഛൻ മുറ്റത്തേക്ക് ഇറങ്ങി പാട്ടും പാടിക്കൊണ്ട് സൈക്കിളും എടുത്തു പോവുകയാ. പിന്നീട് നിധി അലക്കിയ തുണിയെല്ലാം അഴയിൽ വിരിച്ചിടുമ്പോഴാണ് പാട്ടും പാടി കൊണ്ട് അച്ഛൻ ഗുളികയുമായി വരുന്നത്. അവളുടെ അടുത്തേക്ക് ചെന്ന് തന്റെ കയ്യിലുള്ള കവർ കൊടുത്ത് ഒരു ചോക്ലേറ്റും എടുത്ത് കൊടുക്കുമ്പോഴേക്കും നിധിയും സന്തോഷത്തോടെ അത് വാങ്ങിക്കുക. ശല്യം കൊണ്ട് വാങ്ങിയതൊന്നുമല്ല, കടയിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല എന്നച്ഛൻ പറയേ ചിരിയോടെ. ശരി ശരി എന്ന് നിധിയും പറയുന്നുണ്ട്. പിന്നെ ഈ പനി വരുമ്പോ ഗുളിക കൊടുക്കുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല കേട്ടോ. ശരീരത്തിൽ എന്തെങ്കിലും രോഗം വരുമ്പോ അത് പ്രതിരോധിക്കാനായ പനി വരുന്നത്, അത് തനിയെ അങ്ങ് മാറണം. ഞാനൊക്കെ ഗുളിക കഴിച്ചിട്ട് എത്രയോ വർഷമായി എന്നറിയോ എന്നച്ഛൻ പറയേ. പോകുമ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഗുളിക കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ ക്ലിനിക്കിൽ കൊണ്ടുപോകണം, ഇപ്പോഴത്തെ പനി വിശ്വസിച്ചൂടാ എന്നൊക്കെയാണല്ലോ എന്ന് നിധി ചോദിക്കേ. അതീ മാത്രകൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിനനുസരിച്ച് നമ്മൾ അങ്ങ് അറിയാതെ പറഞ്ഞു പോകുന്നതല്ലേ. സത്യത്തിൽ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ശരീരം തന്നെ അങ്ങ് റിപ്പയർ ചെയ്യും. ഈ ഗുളിക കുടിക്കുന്നത് ശരിക്കും ശരീരത്തെ കേടാക്കുന്നത് പോലെയാ. അത് ശരിയല്ല, നമ്മുടെ ശരീരം നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്നച്ഛൻ പറയുന്നത് കേൾക്കെ. ഓ, ശരീരത്തോട് ഇത്ര വലിയ സ്നേഹമുണ്ടോ എന്ന് നിധിയും. പിന്നല്ലാതെ കുറച്ച് വയറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഇതൊക്കെ ഓക്കെയാ എന്നച്ഛൻ പറയേ. അതുകൊണ്ടാണോ ദിവസവും കുടിക്കുന്നേ എന്ന് നിധിയും. നോ നോ നോ, അതേപ്പറ്റി നീ മിണ്ടരുത്. ഡോണ്ട് ടോക്ക് അബൌട്ട് ദാറ്റ്, ദാറ്റ്സ് മൈ പേഴ്സണൽ ഫെയർ. ഓക്കെ, ഇതേപോലെ ആയിരുന്നു ഇവന്റെ അമ്മയും. ഇടയ്ക്കിടയ്ക്ക് പനി വരും. അവളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ചുരുങ്ങിയത് 6 ദിവസം എടുക്കും. ഐ മീൻ ലോറിയിലെ ആ 6 ദിവസത്തിൽ 4 ദിവസവും അവൾക്ക് പനി തന്നെയാ. കിടപ്പോടെ കിടപ്പ് എന്ന് പറഞ്ഞ അച്ഛൻ നിധിയെ നോക്കുമ്പോഴേക്കും നിധി കണ്ണിമ വെട്ടാതെ അച്ഛനെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാ. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ചെല്ലേ, ചെന്നവന് ഗുളിക കൊടുക്ക്, അവന് പനി മാറണ്ടേ എന്നച്ഛൻ പറയേ. ഗുളികയൊക്കെ ഞാൻ കൊടുത്തോളാം. അല്ല, അവരിവിടുന്ന് കൊണ്ടുവന്നെന്ന് നിധി ചോദിക്കുന്നുണ്ട്. പറഞ്ഞത് അബദ്ധമായോ എന്ന് മനസ്സിൽ പറഞ്ഞ് അച്ഛൻ നിൽക്കേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അവരെവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. എന്തേ എന്ന് അച്ഛൻ ചോദിക്കേ. അല്ല, അവരുമായിട്ട് എങ്ങനെ പരിചയം എന്ന് അറിയാനായിരുന്നു എന്ന് നിധി പറയേ. അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ പോകുന്നേ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. ശരി, അവരുടെ പേരെന്താ? ഇവിടുന്ന് പോയിന്ന് മനസ്സിലായി. എങ്ങോട്ട് പോയി? എവിടെയുണ്ട്? അത് വല്ലതും അച്ഛൻ അറിയോ? പ്ലീസ്, അവർക്ക് എന്ത് പറ്റിയെന്നെങ്കിലും ഒന്ന് പറയോ എന്നൊക്കെ അവൾ ചോദിക്കുന്നത് കേൾക്കെ. നിനക്ക് കഥ കേൾക്കാൻ വലിയ ഇഷ്ടല്ലേ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അതല്ല, ഒരു കാര്യം അറിഞ്ഞാൽ അതിന്റെ ബാക്കി എന്താണെന്നറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? പ്ലീസ്, അവരെവിടെ ഉണ്ടെന്നെങ്കിലും പറഞ്ഞൂടെ എന്ന് ചോദിക്കേ. സൗകര്യമില്ല, ഗുളിക വാങ്ങി തരാൻ പറഞ്ഞു, തന്നു, വേറൊന്നും ചോദിക്കണ്ട. അവളെ നോക്കെന്ന് അച്ഛൻ പറയേ. അവർക്ക് എന്ത് പറ്റിയെന്ന് അച്ഛൻ തന്നെ എന്നോട് പറയും, അത് പറയിപ്പിക്കാതെ ഞാൻ വിടില്ല, നോക്കിക്കോ എന്ന് നിധി പറയേ. ശരി, നോക്കാമെന്ന് അച്ഛനും. നോക്കാനൊന്നുമില്ല, ഒരു ദിവസം എന്നെ വിളിച്ചിരുത്തി എല്ലാ കഥയും അച്ഛൻ പറയും, അത് ഉറപ്പായെന്ന് പറഞ്ഞ് നിധി ബക്കറ്റും എടുത്ത് അകത്തേക്ക് കയറി പോവുകയാണ്. അച്ഛനും പോക്കറ്റിൽ നിന്ന് ഒരു ബീഡി എടുത്ത് വലിക്കാൻ തുടങ്ങിക്കൊണ്ട് ഇവളെന്താ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുന്നത്? ഇനി ഇവള് വല്ല ഐവിന്നോ CBI മറ്റോ വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് ബീഡിയും വലിച്ച് നിൽപ്പാ അച്ഛനും. പിന്നീട് നികേഷ് എഴുന്നേറ്റ് തളത്തിലെത്തി ഏട്ടത്തിൽ നിന്ന് വിളിച്ച് ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും ആ എഴുന്നേറ്റല്ലേ എന്ന് നിധി വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഗുളിക കഴിച്ചുകൊണ്ട് നല്ല ഉറങ്ങാൻ പറ്റിയെന്ന് നികേഷ് പറയാൻ. ഞാൻ കോഫി എടുക്കുന്നുണ്ട്, എടുത്തിട്ട് വരാമെന്ന് നിധിയും വിളിച്ച് പറയുക. അവൾ കോഫിയുമായി അങ്ങോട്ടെത്തി അവന് നൽകുമ്പോഴേക്കും താങ്ക് യു എന്ന് നികേഷും. ഓക്കെ അല്ലേ എന്ന് നിധി ചോദിക്കേ. അതേന്ന് പറഞ്ഞ് അവന് ആ കോഫി കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നീതു അങ്ങോട്ട് വരുന്നത്. അവൾ ഉമ്മറത്തേക്ക് കയറി ആ ഡോറിൽ തട്ടുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുന്ന നിധിയും ആ നീതുവോ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുക. ഹരീഷ് ഇല്ലല്ലോ അല്ലേ എന്ന് പേടിയോടെ അവൾ ചോദിക്കേ. അകത്തേക്ക് വാ എന്ന് ചിരിയോടെ നിധി വിളിക്കുന്നുണ്ട്. അവൾ തളത്തിലേക്ക് എത്തുമ്പോഴേക്കും നികേഷും എഴുന്നേറ്റ് അവൾക്ക് ഹായ് പറയുക. നിധി ചെയർ എടുത്തു കൊടുത്ത് അവളോട് ഇരിക്കാനായി പറയുമ്പോഴേക്കും അവളും ആ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് എന്നെ മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? നീതു വന്നപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കോഫി എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയാ. നികേഷിനെ ശ്രദ്ധിക്കുന്ന നീതുവും നിന്റെ മുഖമെന്താ നികേഷ് ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ എന്ന് ചോദിക്കേ. ഏയ് ചെറിയൊരു പനി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് നികേഷ് പറയുമ്പോഴേക്കും നിധി കോഫിയുമായി അങ്ങോട്ട് വന്ന് നീതുവിന് കൊടുക്കുക. അവളും താങ്ക് യു പറഞ്ഞ് കോഫി കുടിച്ചുകൊണ്ട് എടുത്തേക്ക് എങ്ങനെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. സുഖായിരിക്കുന്നു, നീതുവിനോ എന്നവൾ ചോദിക്കേ. ജസ്റ്റ് ഓക്കെ എന്ന് നീതുവും. എന്തു പറ്റി? ഹരീഷേട്ടനുമായി വീണ്ടും ഉടക്കിയോ എന്ന് നികേഷ് ചോദിക്കേ. എന്താ, അവനുമായി വഴക്കുണ്ടാക്കിയാലേ ഞാൻ ഇങ്ങോട്ട് വരുന്നാണോ എന്ന് നീതുവും ചോദിക്കുന്നു. അല്ല, അതിനാണല്ലോ ആദ്യം വന്നത്, അതുകൊണ്ട് ചോദിച്ചതായെന്ന് നികേഷും. ഇപ്പൊ എന്താ പ്രശ്നമെന്ന് നിധി ചോദിക്കേ. നികേഷും എന്തോ ഓർത്തെടുത്ത് ആ ഏട്ടത്തി, നിങ്ങൾ നാട്ടിൽ പോയ സമയത്തെ ഹരീഷ് ഏട്ടൻ 24 മണിക്കൂറും ഫോണിലായിരുന്നു. ഹരീഷ് ഏട്ടനെ അവസാനം ഇവള് പ്രേമത്തിൽ കുരുക്കിയെന്ന് നികേഷ് പറയുമ്പോഴേക്കും നികേഷെ ചുമ്മാതിരിക്കുന്ന നിധിയും അവനെ വഴക്കു പറയുക. അത് ശരി, അപ്പൊ ഞങ്ങള് സംസാരിക്കുന്നത് നീയാണ് കണ്ണുവെച്ചതല്ലേ എന്ന് നീതു ചോദിക്കേ. ഞാനോ എന്ന് നികേഷും. ആയിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച നന്നായി സംസാരിച്ചിട്ട് ഗോസ്റ്റ് ചെയ്ത് വിടോ
എന്നവൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്താ വിചാരിക്കുക, ഫോൺ വിളിച്ചാലും എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈയും തരില്ല എന്നവൾ പരിഭവത്തോടെ പറയേ. അല്ല എന്താ ഉണ്ടായെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അറിയില്ല എടുത്തി, ദിവസം ഉറങ്ങും മുമ്പ് സംസാരിക്കാറുള്ളത്. 2 ദിവസം മുമ്പേ വിളിച്ചപ്പോ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. ഞാൻ വീണ്ടും വിളിച്ചു, പെട്ടെന്ന് കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്തു വെച്ചു. പിന്നൊരു ദിവസം ഫോൺ ഓൺ ചെയ്തത് പോലുമില്ല. ഇന്നലെ കടയിലും ചെന്നില്ല. ഇന്ന് പോയി നോക്കിയപ്പോ ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്ന് ജോലി ചെയ്യുക. എന്താ ഫോൺ ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോ പിന്നെ കണ്ണു പൊട്ടുന്ന ചീത്ത. 2 ദിവസം വിളിക്കാതിരുന്നപ്പോ ഞാൻ എത്രമാത്രം ടെൻഷനായിന്നറിയോ. അതേക്കുറിച്ച് പറഞ്ഞപ്പോ എന്നോട് ഇറങ്ങി പൊക്കോളാൻ. അങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു എന്നവൾ പറയുന്നത് കേൾക്കെ. അത് ശരി, അപ്പം മിനിഞ്ഞാന്ന് രാത്രി ഹരീഷേട്ടൻ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞപ്പോ നീ ആയിരുന്നല്ലേ കോളില് അമ്പടി എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി, നമ്മള് സുധീഷേട്ടൻ അന്വേഷിച്ച് തക്കലയിലേക്ക് വന്നില്ലേ? രാത്രി മുഴുവൻ ഫോണോട് ഫോൺ. അവസാനം ഹരീഷേട്ടൻ ആരോടോ പൊട്ടിത്തെറിച്ച് ഫോൺ വലിച്ചെറിഞ്ഞതിന് പിന്നിൽ ഇവളാണ് എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ. തക്കലയ്ക്ക് പോയിരിക്കുമായിരുന്നോ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. അപ്പോ ഹരീഷ് നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് നിധി ചോദിക്കേ. ഇല്ല എന്ന് നീതുവും. ഞാനും സുധീഷും എന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു എന്ന് നിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നികേഷും ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. ഏട്ടത്തി, എന്തിനാ വെറുതെ, വേണ്ട എന്ന്. 2 ദിവസമായിട്ട് ഞാൻ ഇന്നാ കാണുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ എന്നെ ഓടിച്ചു വിട്ടു. ഹരീഷ് അപ്പോ നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലേ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. അതെ എന്ന് നികേഷ് പറയേ. എങ്ങനെയാ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛനും സുധീഷും തമ്മിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആരും അറിയാതെ അച്ഛൻ സുധീഷിനെ ഒരു സ്ഥലത്ത് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സുധീഷിനെ കാണാതെ എല്ലാവരും ടെൻഷനിലായിരുന്നു. ഇവര് 3 പേരും കൂടി അന്വേഷിച്ചു വന്നു. ആ സമയത്തായിരിക്കും നീ വിളിച്ചതൊക്കെ എന്ന് നിധി പറയേ. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ച് അവിടെയായിരുന്നു. അവസാനം എന്തോ ഭാഗ്യത്തിനാ സുധീഷേട്ടനെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് എന്ന് നികേഷും പറയേ. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നോട് ഹരീഷ് ഒന്നും പറഞ്ഞുമില്ല എന്ന് നീതുവും പരിഭവത്തോടെ പറയുന്നുണ്ട്. അല്ല, പറയാൻ നീ സമ്മതിച്ചോ എന്ന് നികേഷ് ചോദിക്കേ. ആ സമയത്ത് ഫോൺ വിളിച്ചാൽ ആരായാലും കട്ട് ചെയ്യും, ശരിയല്ലേ എന്ന് നിധിയും ചോദിക്കുക. ശരിയാ, തെറ്റു പറ്റിയത് എനിക്ക് തന്നെയാ. തുടർച്ചയായി ഫോൺ കട്ട് ചെയ്തപ്പോ എന്തെങ്കിലും കാരണമുണ്ടെന്ന് ഞാൻ വിചാരിക്കണമായിരുന്നു എന്ന് നീതു പറയേ. പകരം നീ എന്താ വിചാരിച്ചേ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അത് എന്നോട് പറയാണ്ട് ഹരീഷ് പുറത്തെവിടെയോ കറങ്ങി നടക്കുവാന്ന് എന്നവൾ പറയേ. ബെസ്റ്റ്, നിങ്ങളൊക്കെ എന്തിനാ അപ്പോഴേക്കും അങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു, സോറി എന്ന് നീതു പറയേ. അത് സാരമില്ല നീതു, ഹരീഷിന്റെ ക്യാരക്ടർ നിനക്കറിയാലോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ആരോടും പറയാറില്ല എന്ന് നിധി ആശ്വസിപ്പിക്കേ. പൊതുവെ അങ്ങനെ ആരോടും സംസാരിക്കാത്ത ആളാ ഹരീഷ് ഏട്ടൻ. ആളോടാ മൊബൈലിൽ സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരാള് മൊബൈൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് ചിന്തിച്ചൂടെ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. ശരിയാ, പക്ഷേ 2 ദിവസം എന്നോട് സംസാരിക്കാതിരുന്നപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി. ആ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ ഓവറായി സംസാരിക്കുകയും ചെയ്തു എന്ന് നീതു പറയേ. ഇപ്പൊ ഓക്കെ ആയില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. ഇപ്പൊ ഓക്കെ ആണെന്ന് പറഞ്ഞ് ആ കോഫി കുടിച്ചുകൊണ്ട് പിന്നൊരു കാര്യം, ഈ കോഫിയിലെ കോഫി പൗഡർ ഇത്തിരി കൂടുതലാ, അതുകൊണ്ട് വല്ലാത്തൊരു കനപ്പ്. ഇത് അങ്ങോട്ടൊന്ന് വെച്ചേക്ക് നികേഷ് എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് അവന് കൊടുക്കുക നീതു. അത് വാങ്ങി വെക്കുമ്പോഴേക്കും ഞങ്ങൾ പിള്ളേരുടെ ഒരു മെയിൻ ഡ്രിങ്കാ കോഫി. എക്സ്പ്രസോയും അമേരിക്കാനോയും ലാക്ടോയും ഒക്കെ നമുക്ക് വീട്ടിലും ചെയ്യാം. വെറുതെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഇട്ട് തിളപ്പിച്ച കാപ്പി ആവില്ല. അടുത്ത തവണ വരുമ്പോ നല്ലൊരു കോഫി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, വരട്ടെ എന്ന് പറഞ്ഞ് അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് യാത്ര പറഞ്ഞു പോവുകയാ. നികേഷും നിധിയോടായി പറയുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി, ഇവൾ ഹരീഷേട്ടനെ കൊണ്ടുപോയി വിൽക്കും, അല്ലെങ്കിൽ പണയം വെക്കുമെന്ന്. ചിലപ്പോ അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതമാവും എന്ന് നിധി പറയേ. ഈ സ്വഭാവത്തിന് ഹരീഷേട്ടൻ സെറ്റാവുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് നികേഷും. അത് ഹരീഷ് ആലോചിച്ചോളും, നീ മിണ്ടാതിരുന്നാ മതി എന്ന് പറഞ്ഞവൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ആ കോഫി എടുത്തു കൊടുത്തുകൊണ്ട് കൊണ്ടുപോയിക്കോ, അടുത്ത പ്രാവശ്യം അമേരിക്കാന് കൊടുക്കാം എന്ന് പറയേ. പോടാ എന്ന് പറഞ്ഞ് അവൾ അതുമായി അടുക്കളയിലേക്ക് പോവുകയാണ്. നികേഷും തന്റെ കോഫി എടുത്ത് കുടിച്ചുകൊണ്ട് അവളെ കുറ്റം പറയാനും പറ്റില്ല എന്ന് പറയേ. നികേഷെ കഞ്ഞി വേണമെന്ന് നിധി അടുക്കളയിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. വേണ്ട എന്ന് നികേഷും. പിന്നീട് രാത്രിയാവുമ്പോൾ നികേഷ് പുതച്ചു മൂടി ഉമർത്തിരിക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന്, നികേഷെ ഇതാ പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളമാ, കുടിക്കെന്ന് പറഞ്ഞു കൊടുക്കേ. എന്റെ ഏട്ടത്തി ഇപ്പൊ വലിയ പനിയൊന്നും ഇല്ലെന്ന് നികേഷും. എന്നാലും വെള്ളമല്ലേ, കുടിക്കെന്ന് നിധി പറയുമ്പോഴേക്കും നികേഷ് അത് വാങ്ങിച്ചു കുടിക്കുക. വല്ലത് മുഴുവൻ കുടിച്ച് ഗ്ലാസ് നൽകുമ്പോഴേക്കും പനിക്കൂർക്ക പൊട്ടിച്ചു കൊണ്ടുവന്നത് അച്ഛനാണെന്ന് നിധി ചിരിയോടെ പറയുന്നുണ്ട്. ശരി, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുടിക്കില്ലായിരുന്നു എന്ന് നികേഷും. അത് കേൾക്കെ നിധിയും അവന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട്, അങ്ങനെയൊന്നും പറയില്ലടാ നികേഷെ എന്ന് പറയേ. ഏട്ടത്തിക്ക് ഈ ലോകത്തെ എല്ലാവരോടും സ്നേഹമാണോ? മനുഷ്യന്റെ സ്വഭാവം ഇവിടെ വന്നപ്പോ മനസ്സിലായതല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായതല്ല, എനിക്ക് മനസ്സിലായത്. നിങ്ങൾ പറയുന്നത് പോലെ അത്ര വലിയ വില്ലലാണെന്ന് അച്ഛനെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നവൾ പറയേ. അത് ഏട്ടത്തി ഒരു പാവമായതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതേ, അയാൾ കാരണമാണെന്ന് നികേഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും അച്ഛനെ പഴിച്ചിരുന്നാൽ നഷ്ടമായത് തിരിച്ചു കിട്ടോ എന്ന് നിധി ചോദിക്കേ. ഏട്ടത്തി നമുക്ക് ആ വിഷയം വിടാം എന്ന് നികേഷ് പറയുമ്പോഴേക്കും നിധിയുടെ മൊബൈൽ റിംഗ് ചെയ്യുക. ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് നിധി അത് എടുക്കാനായി പോകുമ്പോഴേക്കും ഹരീഷും സുഭാഷും ഹരീഷിന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തുകയാ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് ഹരീഷ് അവന്റെ അരികിലേക്ക് ഇരിക്കുമ്പോഴേക്കും എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന് ചോദിച്ച് സുഭാഷ് ഏട്ടനും അവന്റെ അരികിലേക്ക് ഇരിക്കുകയാണ്.
കുറവുണ്ട്. ഏട്ടത്തി ഒരു ഗുളിക തന്നു, അത് കഴിച്ചു എന്ന് നികേഷ് പറയേ നന്നായി എന്ന് സുഭാഷും. ഏട്ടത്തി ഇന്ന് മുഴുവൻ എന്റെ കൂടെയായിരുന്നു. അടുത്തിരുന്ന് ഏട്ടത്തി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോ എനിക്ക് അമ്മയുടെ പ്രസൻസ് ഉള്ള പോലെ തോന്നി. അതേട്ടാണല്ലോ ഇങ്ങനെയൊക്കെ, അതുകൊണ്ടായിരിക്കുമല്ലേ എന്നവൻ ചോദിക്കുന്നത് കേൾക്കെ ടെൻഷനോടെ അവന്റെ കവളിൽ തലോടുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. രാത്രി വൈകിയും സുധീഷ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് നിധി ടെൻഷനോടെ അവൻ വരുന്നത് വരെ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും അച്ഛൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ടെൻഷനിലാ താൻ കാത്തിരിക്കുന്നതെന്ന് നിധി സുഭാഷ് ഏട്ടനോട് പറയുന്നതും അവളെ തെറ്റിദ്ധരിച്ച് സുധീഷ് വരുന്നത് വരെ അവനെ വെയിറ്റ് ചെയ്ത നിധിക്ക് അവനോട് പ്രണയമാണെന്ന് ഹരീഷ് പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.